ഇ ഡി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഏറ്റവും പുതിയ വാർത്ത, ഇ ഡിയുടെ കേന്ദ്ര ഡയറക്ടറായിരുന്ന സഞ്ജയ് കുമാർ മിശ്രയെ തൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ശ്രീ നരേന്ദ്രമോദി സ്ഥിര നിയമനം നൽകി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. സഞ്ജയ് കുമാർ മിശ്രയെ നമുക്കറിയണമല്ലോ. അദ്ദേഹം 2018 ഇ ഡിയുടെ രാജ്യത്ത് മേധാവിയായിട്ട് സ്ഥാനമേറ്റെടുത്തയാളാണ്. അദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഊഴം കാലാവധി നീട്ടിക്കൊടുത്ത് അവസാനം സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് കേന്ദ്ര സർക്കാരിന് അത് അവസാനിപ്പിക്കേണ്ടി വന്നത്, അദ്ദേഹത്തിന് വിരമിക്കേണ്ടി വന്നത്. അദ്ദേഹമാണ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, റോബർട്ട് വാദ്ര, ശരത് പവാർ, പി ചിദംബരം, ഡി കെ ശിവകുമാർ, ഹേമന്ത് സോറൻ അങ്ങനെയുള്ള രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ വേട്ടയാടിയ ഇ ഡി കേസുകളുടെയൊക്കെ അന്വേഷണ തലപ്പത്ത് ശ്രീ മിശ്രയായിരുന്നു. അദ്ദേഹമാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി വരുന്നത്. അതുപോലെ തന്നെ കൊടകര കുഴൽപ്പണ കേസൊക്കെ അത് ഏതൊരു അപസർപ്പക കഥയ്ക്ക് സമാനമായിട്ട് ബി ജെ പിക്ക് ഒരു ബന്ധവും വിദൂര ബന്ധം പോലുമില്ലാത്ത ഒന്നായിട്ടാണ് ഇ ഡി അതിൻ്റെ കുറ്റപത്ര സമർപ്പണത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇ ഡി വീണ്ടും ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു രാഷ്ട്രീയ പക്ഷപാതിത്വത്തിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.